പ്രിയപ്പെട്ടവരെ, ചാനലിലേക്ക് എല്ലാവരെയും വീണ്ടും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്ന പ്രധാന കാര്യങ്ങൾ 2026 മാർച്ച് മാസം 15-ാം തീയതി ഞായറാഴ്ച മുതൽ മാർച്ച് മാസം 21 ശനിയാഴ്ച വരെയുള്ള നക്ഷത്രങ്ങളുടെ വാരഫലമാണ്. ഈ ആഴ്ചയിലെ ഗ്രഹനില, അതിൻ്റെ സാമൂഹിക മാനസിക സ്വാധീനം, കൂടാതെ മേടം മുതൽ മീനം വരെയുള്ള 12 രാശികളുടെ വിശദമായ ഫലവും നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. സൂര്യൻ കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് മാറുകയാണ്. ചന്ദ്രൻ മേടം, ഇടവം, മിഥുനൻ രാശികളിലൂടെയൊക്കെ കടന്നു പോവുകയാണ്. ചൊവ്വ മിഥുനൻ രാശിയിലാണ്, ബുധൻ കുംഭം രാശിയിലാണ്, ശുക്രൻ മകരൻ രാശിയിലാണ്, ശനി കുംഭത്തിലാണ്, ഗുരു ഇടവത്തിലാണ്, രാഹു മീനൻ രാശിയിലാണ്, കേതു കന്നി രാശിയിലാണ്. ഈ ആഴ്ചയിൽ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ശനിയെ സംബന്ധിച്ചിടത്തോളം ശക്തമായ സ്വാധീനം ചെലുത്തുന്ന ഒരു സമയമാണ്. കർമ്മഫലത്തിൽ വലിയ പരിശോധനകൾ വേണ്ടിവരും. വ്യാഴം സാമ്പത്തിക സ്ഥിരതയെ ചിലർക്ക് സമ്മാനിക്കുന്നൊരു സമയമാണ്. ചൊവ്വ മിഥുനത്തിലായതിനാൽ വാക്കിലും തീരുമാനങ്ങളിലും ഒരു വേഗത ഉണ്ടാകുമെന്ന് കാണുന്നുണ്ട്. ചന്ദ്രൻ്റെ ഗതി മാനസികമായ വലിയ മാറ്റങ്ങളൊക്കെ തന്നെ കൊണ്ടുവരുന്നൊരു സമയമായി. അതിനാൽ ഈ ആഴ്ച ശാന്തമായ തീരുമാനങ്ങളെടുത്താൽ നേട്ടങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്കിപ്പോൾ ഓരോ രാശിക്കാരുടെയും ഫലത്തെക്കുറിച്ച് നോക്കാം. ആദ്യമായി നമ്മൾ പരിശോധിക്കുന്നത് മേടൻ രാശി നക്ഷത്രങ്ങളാണ്. അശ്വതി, ഭരണി, കാർത്തികക്കാൽ. പ്രിയപ്പെട്ടവരെ, ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ നാളും പേരും കമൻറ്റ് ചെയ്താൽ തീർച്ചയായും നിത്യപ്രാർത്ഥനയും നിങ്ങളെ കൂടെ ഉൾപ്പെടുത്തുന്നതിൽ വളരെയേറെ സന്തോഷം മാത്രമാണുള്ളത്. മേടൻ രാശി നക്ഷത്രങ്ങളെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം. അശ്വതി, ഭരണി, കാർത്തികക്കാൽ ഇവയാണ് മേടൻ രാശി നക്ഷത്രങ്ങൾ. മേടൻ രാശി നക്ഷത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗുരുവിൻ്റെ ദൃഷ്ടി നിങ്ങൾക്ക് ചില വരുമാന സാധ്യതകളൊക്കെ തുറന്നു നൽകുന്നതായിട്ട് കാണുന്നുണ്ട്. പഴയ കുടിശ്ശികകൾ നിങ്ങൾക്ക് ലഭിക്കാനുണ്ടെങ്കിൽ അത് ലഭിക്കുന്ന സാധ്യതയാണ് കാണുന്നത്. കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് വലിയ പ്രശ്നമാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ചില കാര്യങ്ങൾ തുറന്ന് സംസാരിക്കേണ്ട സമയമാണ്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ തയ്യാറെടുപ്പ് വളരെ നല്ലതാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് ശ്രദ്ധ അഥവാ കേന്ദ്രീകരണം ഒരു അത്യാവശ്യമായൊരു കാര്യമാണ്. സർക്കാർ ജോലിയിലുള്ളവർക്ക് മേലധികാരികളുടെ സമ്മർദ്ദം അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അത് നിങ്ങളുടെ കഴിവ് തെളിയിക്കുന്ന അവസരമായി പരിണമിക്കുമെന്നാണ് പറയാനുള്ളത്. ചൊവ്വാഴ്ച സുബ്രഹ്മണ്യസ്വാമി പ്രാർത്ഥിക്കുന്നത് മേടൻ രാശി നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് വലിയ ഫലത്തെ നൽകും. രണ്ടാമതായി നമ്മൾ പരിശോധിക്കുന്നത് ഇടവൻ രാശി നക്ഷത്രങ്ങളാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം അര. ഗുരു സ്വരാശിയിൽ ഉള്ളതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ വലിയ ആശ്വാസമുണ്ടാകുമെന്ന് പറയണം. വ്യാപാര രംഗത്തുള്ളവർക്ക് വലിയ ലാഭങ്ങൾ ലഭിക്കുന്നൊരു സമയമാണ്. ഗൃഹത്തിൽ സന്തോഷകരമായ പല വാർത്തകൾ കേൾക്കാനുള്ള സാധ്യതയുണ്ട്. ദമ്പതികൾക്കിടയിൽ പഴയ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടെങ്കിൽ അതൊക്കെ വീണ്ടും ഉയർന്നു വരാനും പക്ഷേ ഒരു പരിസമാപ്തിയിലെത്തി മാറിപ്പോകാനുമുള്ള സാഹചര്യമാണ് കാണുന്നത്. കുട്ടികളുടെ പഠനത്തിൽ വലിയ പുരോഗതി ഉണ്ടാകുന്നതായി കാണാം. പുതിയ ജോലി ലഭിക്കാനുള്ള സാധ്യത അഥവാ ഓഫർ വരാനും ഒക്കെ സാധ്യതയുണ്ട്. വ്യാഴാഴ്ച ഗുരുവിന് മഞ്ഞപ്പൊട്ട് സമർപ്പിക്കുന്നത് ഈ നാളുകാർക്ക് വലിയ ഫലത്തെ ചെയ്യും. വീണ്ടും നമുക്ക് പരിശോധിക്കാം മിഥുനൻ രാശി നക്ഷത്രങ്ങൾ. മകയിരമര, തിരുവാതിര, പുണർതം മുക്കാൽ. ചൊവ്വയുടെ സ്വാധീനം ചില അപ്രതീക്ഷിതമായ ചിലവുകൾ നിങ്ങൾക്കുണ്ടാക്കും. സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുടുംബത്തിൻ്റെ പ്രധാന കാര്യമാണ്. ടെക്നിക്കൽ മേഖലയിൽ വിദ്യാർത്ഥികൾക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. IT, മീഡിയ രംഗത്ത് അവസരങ്ങൾ ലഭിക്കുന്നൊരു സമയം കൂടെയാണ്. ബുധനാഴ്ച ഗണപതിയെ ആരാധിക്കുന്നത് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ്. വീണ്ടും പരിശോധിക്കാം കർക്കിടകൻ രാശി നക്ഷത്രങ്ങൾ. ഉണർതം കാൽ, പൂയം, ആയില്യം ഈ നക്ഷത്രങ്ങളാണ് കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്രം. ചിലവ് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, അമ്മയുടെ ആരോഗ്യാദി കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പുതിയ വീടുകൾ വയ്ക്കാനോ മാറി താമസിക്കാനോ ഒക്കെ ഉള്ള സാധ്യത കാണുന്നുണ്ട്. ദാമ്പത്യത്തിൽ ഭാവനാപരമായ പല പ്രശ്നങ്ങളും നിങ്ങൾക്കുണ്ടായേക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിദേശ ജോലിയിൽ വലിയ സാധ്യതകളൊക്കെ നിങ്ങളെ തേടി വരുന്നുണ്ട്. തിങ്കളാഴ്ച തീർച്ചയായും ശിവനെ അഭിഷേകം ചെയ്യാൻ മറക്കരുത്. വീണ്ടും പരിശോധിക്കാം ചിങ്ങൻ രാശി നക്ഷത്രങ്ങൾ. നിക്ഷേപ കാര്യങ്ങൾ വളരെ ജാഗ്രത വേണ്ട സമയമാണ്. ചിങ്ങൻ രാശി നക്ഷത്രത്തിൽ
മകം, പൂരം, ഉത്രം, ആദ്യപാദം ഇവയാണ് ചിങ്ങൻ രാശി നക്ഷത്രങ്ങൾ വരുന്നത്. നിക്ഷേപ കാര്യങ്ങളിൽ ജാഗ്രത വേണം. പിതാവുമായി സംസാരിച്ച് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ട സമയമാണ്. വീട് മാറി താമസിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പുതുതായി ഗൃഹങ്ങൾ പണിയെടുപ്പിക്കാനോ വാങ്ങാനോ ഒക്കെയുള്ള യോഗം ഈ സമയത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ട്. അധികാര വിഷയത്തിൽ സമ്മർദ്ദം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സാമൂഹ്യമായി പുതിയ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും എന്നാണ് കാണുന്നത്. ഞായറാഴ്ച സൂര്യ നമസ്കാരം ചെയ്യുന്നത് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഫലത്തെ നൽകുന്ന സമയമാണ്. വീണ്ടും നമ്മൾ പരിശോധിക്കുന്നത് കന്നിരാശി നക്ഷത്രങ്ങളെക്കുറിച്ചാണ്. ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര, അര ഇവയാണ് കന്നിരാശി നക്ഷത്രങ്ങൾ. പണം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ചിലവുകളും അതുപോലെ കൂടിപ്പോകുമെന്ന് കാണണം. ഗൃഹത്തിൽ വലിയ ആഡംബരങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. ഗൃഹത്തിൽ വലിയ ചിലവുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് നല്ലൊരു സമയമാണ്. വിദേശത്ത് ജോലികൾക്കായി ഇൻ്റർവ്യൂവിനൊരു സാധ്യതയും നിങ്ങൾക്ക് പറയുന്നുണ്ട്. ബുധനാഴ്ച വിഷ്ണുനാമം ജപിക്കുന്നത് തീർച്ചയായും നിങ്ങൾക്ക് വലിയ ഫലത്തെ കൊണ്ടു നൽകും. വീണ്ടും പരിശോധിക്കാം തുലാൻ രാശി നക്ഷത്രങ്ങൾ. ചിത്തിരേര, ചോതി, വിശാഖം, മുക്കാൽ. പങ്കാളിത്ത വ്യാപാരത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക്. ദമ്പതികൾക്കിടയിൽ സൗഹൃദപരമായ ഒരു സമയമാണ്. പുതിയ അംഗീകാരങ്ങൾ സമൂഹത്തിൽ നിന്ന് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തികമായി ഉയർച്ച വരാനുള്ള സമയമാണ് കാണുന്നത്. വെള്ളിയാഴ്ച ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നത് തീർച്ചയായും കുടുംബത്തും നിങ്ങൾക്ക് വലിയ ഫലത്തെ നൽകുമെന്ന് പറയേണ്ടതായിട്ടുണ്ട്. വൃശ്ചിക രാശി നക്ഷത്രങ്ങളെക്കുറിച്ചാണ് വീണ്ടും പരിശോധിക്കുന്നത്. വൃശ്ചിക രാശി നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് വിശാഖം, കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. വരുമാനത്തിൽ ഒരു സാധാരണ നില തന്നെ തുടർന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. കുടുംബത്തിൽ പങ്കാളിയുടെ അഭിപ്രായത്തിൻ്റെ പ്രസക്തി വരുന്നുണ്ട്. അത് കേൾക്കാൻ തയ്യാറാകേണ്ടതായിട്ടുണ്ട്. സർക്കാർ കാര്യങ്ങളിൽ ഒരു വൈകിപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ജോലി തേടുന്നവർക്ക് സംബന്ധിച്ചിടത്തോളം ഒരു കാത്തിരിപ്പിനുള്ള സാധ്യതയാണ് കാണുന്നത്. ചൊവ്വാഴ്ച ഹനുമാൻ ദേവനെ ആരാധിക്കുന്നത് വലിയ ഫലത്തെ നൽകും. വീണ്ടും പരിശോധിക്കാം ധനുരാശി നക്ഷത്രങ്ങൾ. മൂലം, പൂരാടം, ഉത്രാടം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ധനുരാശിയിൽ വരുന്നത്. കടങ്ങൾ കുറയ്ക്കാൻ ശ്രമിക്കേണ്ട ഒരു സമയമാണ്. ഉന്നത പഠനത്തിൽ പുരോഗതി ഉണ്ടാകുന്നൊരു സമയമാണ്. ജോലിയിൽ പ്രമോഷന് സാധ്യതയുണ്ട്. വ്യാഴാഴ്ച ദക്ഷിണാമൂർത്തിയെ പ്രാർത്ഥിക്കുന്നത് തീർച്ചയായും വലിയ ഫലത്തെ നൽകുമെന്ന് പറയേണ്ടതായിട്ടുള്ളത്. വീണ്ടും പരിശോധിക്കാം മകരൻ രാശി നക്ഷത്രങ്ങൾ. ഉത്രം, മുക്കാൽ, തിരുവോണം, അവിട്ടം, അര ഇതാണ് മകരൻ രാശി നക്ഷത്രം എന്ന് പറയുന്നത്. ശുക്രൻ്റെ അനുഗ്രഹം കൊണ്ട് തീർച്ചയായും പുതിയൊരു വീട് ലഭിക്കാനുള്ള സാധ്യത നിങ്ങൾക്ക് കാണുന്നുണ്ട്. കുടുംബത്തിൽ വീടിനെ സംബന്ധിച്ച വലിയ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിലൊരു പുരോഗതിയും കാണുന്നുണ്ട്. ജോലിയിൽ സ്ഥിരത വരാനുള്ളൊരു കാര്യം കാണുന്നുണ്ട്. ശനിയാഴ്ച ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് വലിയ ഫലത്തെ നൽകും. വീണ്ടും നമുക്ക് പരിശോധിക്കാം കുംഭം രാശി നക്ഷത്രങ്ങൾ. അവിട്ടമര, ചതയം, പൂരൂരുട്ടാതി, മുക്കാൽ ഈ നക്ഷത്രങ്ങളാണ് കുംഭൻ രാശിയിൽ വരുന്നത്. ചെലവിൽ നിയന്ത്രണം വേണ്ട ഒരു സമയമാണ്. ദാമ്പത്യത്തിൽ വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ്. സമൂഹത്തിൽ നിന്നും പുതിയ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളെ തേടി വരുമെന്ന് പറയാം. ശനിയാഴ്ച എള്ളെണ്ണ വിളക്ക് തെളിക്കുന്നത് വലിയ ഫലത്തെ നൽകുമെന്ന് പറയുന്നു. അവസാനമായി നമ്മൾ പരിശോധിക്കുന്നത് മീനൻ രാശി നക്ഷത്രങ്ങളാണ്. പൂരുരുട്ടാതി, കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മീനൻ രാശി നക്ഷത്രങ്ങളുടെ ഫലങ്ങൾ പറയുകയാണെങ്കിൽ രാഹുവിൻ്റെ സ്വാധീനം സാമ്പത്തിക മേഖലയിൽ വലിയ ഇടപെടലുണ്ടാക്കും. ചതിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കുടുംബത്തിൽ ആത്മീയമായ കാര്യങ്ങൾ വർദ്ധിക്കുമെന്ന് കാണുന്നുണ്ട്. വിദ്യാഭ്യാസം, കലാരംഗം ഇവയിലൊക്കെ തന്നെ മുന്നേറ്റം കാണുന്നുണ്ട്. ജോലി രംഗത്ത് പുതിയ പ്രൊജക്റ്റുകൾ നിങ്ങൾക്ക് വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. വ്യാഴാഴ്ച വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് വലിയ ഫലത്തെ നൽകും. പ്രിയപ്പെട്ടവരെ, ഈ ആഴ്ച കർമ്മഫല പരിശോധനയുടെ ഒരു കാലഘട്ടമാണ്. ശനി ശക്തമായതിനാൽ ജീവിതത്തിൽ ഉത്തരവാദിത്വം കൂടാനുള്ള സാധ്യതയുണ്ട്. ക്ഷമയും പ്രധാനമായൊരു കാര്യമാണ്. ഗുരുവിൻ്റെ അനുഗ്രഹമുള്ളവർക്ക് സാമ്പത്തിക സ്ഥിരതയും മാനസിക സമാധാനവും തീർച്ചയായും ലഭിക്കുന്നൊരു സമയമാണ്. ദൈവവിശ്വാസവും സത്യസന്ധമായ പ്രവൃത്തിയും ഉണ്ടെങ്കിൽ നല്ല ഫലം ഉറപ്പാണ്. പൊതുവായി പറയാം, ശനിയാഴ്ച എല്ലാവരും എള്ളെണ്ണ വിളക്ക് തെളിക്കുന്നത് വലിയ ഫലത്തെ നൽകും. വ്യാഴാഴ്ച വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് നല്ലതാണ്. മാതാപിതാക്കൾക്ക് സേവനം ചെയ്യുന്നത് നല്ലതാണ്. ഇത് നിങ്ങളുടെ സ്വന്തം ജ്യോതിഷകേന്ദ്രമായ ദർശനം ജ്യോതിഷകേന്ദ്രം എത്തിപ്പെടുത്തുന്നുള്ള ഒരു വീഡിയോ ആണ്. പ്രിയപ്പെട്ടവരെ, നന്ദി, നമസ്കാരം.